പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സങ്കീർത്തനങ്ങൾ 12-ാം അധ്യായം 6-ാം തിരുവചനം. കർത്താവിൻ്റെ വാഗ്ദാനങ്ങൾ നിർമ്മലമാണ്. ഉലയിൽ 7 ആവർത്തി ശുദ്ധി ചെയ്തെടുത്ത വെള്ളിയാണ്. ഉലയിൽ വെള്ളി ശുദ്ധി ചെയ്യുന്നവർ ഒരിക്കലും 7 പ്രാവശ്യം അതിനെ ശുദ്ധി ചെയ്യാറില്ല. 7 പ്രാവശ്യം ഉലയിൽ ശുദ്ധി ചെയ്യപ്പെടുന്ന വെള്ളി എന്ന പ്രയോഗം കർത്താവിന് നമ്മളെക്കുറിച്ചുള്ള വാഗ്ദാനങ്ങളുടെ പരിപൂർണതയെയാണ് കാണിക്കുന്നത്. കർത്താവ് നമുക്ക് തന്ന വാഗ്ദാനങ്ങൾ ഉലയിൽ ശുദ്ധി ചെയ്തെടുത്ത വെള്ളിക്ക് തുല്യമാണ്. കാരണം ഇനിയൊരു ശുദ്ധീകരണം അതിന് ആവശ്യമില്ല. അത്രയേറെ സൂക്ഷ്മതയോടുകൂടെ കരുതലോടെയാണ് കർത്താവ് തൻ്റെ തീരുമാനങ്ങളും വാഗ്ദാനങ്ങളും നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാക്കുന്നത്. നമ്മൾ ആരായിരുന്നു, ഇപ്പോൾ എങ്ങനെയാണ്, ഇനി ഭാവിയിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഗതി എപ്രകാരമായിരിക്കും എന്നുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് കർത്താവ് ഇന്ന് നമുക്ക് തരുന്നത്. കർത്താവിൻ്റെ വാഗ്ദാനങ്ങളോട് വിശ്വസ്തത പുലർത്തുവാൻ നമുക്ക് സാധിക്കുമ്പോൾ ആ വാഗ്ദാനങ്ങൾ കർത്താവ് യഥാസമയം നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റും. ഇന്ന് ദിവ്യകാരുണ്യ സന്നിധിയിൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ തലങ്ങളെയും നമുക്ക് കൊടുക്കാം. കർത്താവിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അവിടുന്ന് എല്ലാം നന്മയ്ക്കായി മാറ്റും എന്ന് നമുക്ക് ഉറച്ച് വിശ്വസിക്കാം. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.